UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. AP അനിൽകുമാർ, VS ജോയി, PV അബ്ദുൾ വഹാബ്, ഇസ്മായിൽ മുത്തോടം തുടങ്ങിയ UDF നേതാക്കൾക്കൊപ്പമാണ് പത്രിക നൽകിയത്. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായാണ് ഷൗക്കത്ത് എത്തിയത്. സാജിദ് അസ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, UDF വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. വലിയ പ്രകടനമായി തന്നെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയതും. അൻവർ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു ആശങ്ക UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പത്രികാ സമർപ്പണത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? അജി, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിഞ്ഞു. നിലമ്പൂർ താലൂക്കിൽ ഓഫീസിലെത്തി തഹസിൽദാർ സിന്ധുവിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ AP അനിൽകുമാർ, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് VS ജോയ്, MP ആയ അബ്ദുൾ വഹാബ്, ഇസ്മായിൽ മുത്തേടം തുടങ്ങി നിരവധി നേതാക്കൾ ഉണ്ട്. അദ്ദേഹം പ്രധാന നേതാക്കൾക്കൊപ്പം അകത്ത് കയറി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇപ്പോൾ അതിന്റെ ഈ നടപടിക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട മുന്നണിയുടെ നേതാവ് ആദ്യമായാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. മറ്റന്നാളാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. നാളെ ഞായറാഴ്ചയാണ്. അതായത് ഇന്ന് കഴിഞ്ഞാൽ പിന്നീട് ഒറ്റ ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. വീറും വാശിയുമേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ആരാകും എന്ന ഒരു അഭ്യൂഹങ്ങൾ, ചർച്ചകൾക്കൊക്കെ ഒടുവിൽ അവസാനം ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെ CPM തയ്യാറെടുത്ത് അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജിനെ കളത്തിലിറക്കി. ഇതോടുകൂടി ഇരു ഭാഗത്തും അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ നടപടിക്രമങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നിനി STPയുടെ സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കാനുണ്ട്. ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട് സേലം സ്വദേശി വെങ്കടേഷാണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിൽ M സ്വരാജ് LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഈ ചിത്രം തന്നെ, ഈ പോരാട്ട ചിത്രം തന്നെ മാറുകയാണ്. കഴിഞ്ഞ ദിവസം വരെ ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു UDF ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ ബൂത്ത് കമ്മിറ്റികൾ, അവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ബൂത്ത് കൺവെൻഷനുകൾ, പ്രാദേശിക നേതാക്കളുടെ സംഗമങ്ങൾ തുടങ്ങിയവയാണ് നടന്നത്. ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി വലിയൊരു പ്രകടനമായാണ് എത്തിയത്. ചന്തക്കുന്ന് വരെ, അദ്ദേഹത്തിന്റെ വീട് മുതൽ ചന്തക്കുന്ന് വരെ പ്രകടനമായി എത്തി. നിരവധി നേതാക്കളും പ്രവർത്തകരും ഇതിൽ അണിനിരന്നു. M സ്വരാജ് ആണെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചത് മുതൽ അദ്ദേഹത്തിന് ട്രെയിനിൽ വലിയ സ്വീകരണമാണ്. ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും DYFIയുടെയും CPMന്റെയും പ്രവർത്തകരെത്തി അദ്ദേഹത്തിന് മാലയിട്ട് സ്വീകരണം നൽകി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലിയ പ്രകടനമായാണ് പോയത്. അതായത് LDF സ്ഥാനാർത്ഥിയെ അവർ രംഗത്തിറക്കുന്നത് തന്നെ വലിയ ഒരു ആരവത്തോടു കൂടിയാണ്. ഇനി UDF ക്യാമ്പും സ്വാഭാവികമായും ചൊവ്വാഴ്ച മുതൽ വലിയ റോഡ് ഷോകൾക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ പരമാവധി ആളെ കൂട്ടി ശക്തമായ പ്രകടനം കാഴ്ചവെക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി അവർ ഈ ഇതിനെ നേരിടുകയാണ്. അവർക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായ ആശങ്കയായി PV അൻവർ ഇപ്പോഴും തുടരുന്നു. അദ്ദേഹം ഏറ്റവും അവസാനമായി പറഞ്ഞിരിക്കുന്നത് VD സതീഷിനുള്ള UDFിലേക്ക് താൻ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് തിരുത്തുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും അദ്ദേഹം മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷി തനിക്കില്ല എന്നാണ് ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകി പിന്നീട് അത് പിൻവലിക്കുക എന്ന ഒരു കാര്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനിയും UDF നേതാക്കളും അൻവറുമായുള്ള ചർച്ച നടക്കും. അൻവർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു നേട്ടം UDFന് ഉണ്ടാകുമെന്ന് തീർച്ചയായും UDFന്റെ പല നേതാക്കളും വിശ്വസിക്കുന്നുണ്ട്. കാരണം 2 തവണ MLA ആയ ഒരു വ്യക്തിയാണ്. ഈ നിലമ്പൂര് കൃത്യമായി അറിയുന്ന നിരവധി അണികളുള്ള ഒരു വ്യക്തിയാണ്. അതിന്റെ ഒരു നേട്ടം ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ ഇനിയും നടക്കും. എന്തായാലും അൻവർ മത്സര രംഗത്തേക്ക് വരികയും ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. LDFും UDFും രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയാണ്
തന്നെയാണ് ഈ തയ്യാറായിരിക്കുന്നത്. ഇതിൽ എം സ്വരാജ് കൂടി വന്നതോടുകൂടി സംസ്ഥാന രാഷ്ട്രീയം വലിയ ചർച്ചയാകും എന്നതിൽ തർക്കമില്ല. അതിൽ ഒരു ഭാഗത്ത് PV അൻവർ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അത് മലപ്പുറം SP സുജിത് ദാസ് നടത്തിയ പ്രവർത്തനങ്ങൾ, MR അജിത് കുമാർ നടത്തിയ അഴിമതി, സ്വർണ്ണക്കടത്ത്, വഴിവിട്ട നീക്കങ്ങൾ, RSS ബന്ധം, തൃശൂർ പൂരം കലക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ പറയാൻ UDF-നുണ്ട്. അത് ഈ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മുതലുള്ള നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം തന്നെ LDF-നാണെങ്കിൽ സർക്കാരിന്റെ നേട്ടങ്ങളാണ് അവർ എണ്ണി പറയുന്നത്. ഈ 9 വർഷം കൊണ്ട് വലിയ വികസന നേട്ടങ്ങളുണ്ടായി. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാം തന്നെ വലിയ കുതിപ്പുണ്ടായി എന്ന് LDF-ഉം പറയുന്നു. ഇന്ന് ഏറ്റവും കൗതുകരമായ ഒരു കാര്യം, പഴയ ചരിത്രം കൂടി LDF UDF നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് എം സ്വരാജ് LDF സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്നത് കഴിഞ്ഞ 9 വർഷമായി പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല, UDF ഭരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ആര്യാടൻ മുഹമ്മദ് എന്ന നിലമ്പൂരിന്റെ MLA വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നത്. ഇതിന് മറുപടിയായി ആര്യാടൻ ഷൗക്കത്ത് എന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ കൂടിയായ UDF സ്ഥാനാർത്ഥി പറയുന്നത് ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമെല്ലാം നിന്ന് 20 വർഷം കഴിഞ്ഞു. അത് ഈ തന്റെ പിതാവ് വൈദ്യുതി മന്ത്രി ആയിരുന്ന കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വൈദ്യുതി ചാർജ് കുറച്ചതിന്റെ ഒരു ചരിത്രവും കറണ്ട് ബില്ല് കുറച്ചതിന്റെ ഒരു ചരിത്രവും അദ്ദേഹം ഓർമ്മിപ്പിക്കണം. ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയായി നിൽക്കുമെന്നതിൽ സംശയമില്ല. ഒന്ന്, വന്യജീവി ആക്രമണങ്ങളാണ്. വന്യജീവി ആക്രമണങ്ങളിൽ മരണങ്ങൾ വരെ സമീപകാലത്ത് സംഭവിച്ചു. ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കൂടി സമീപ പ്രദേശങ്ങളിൽ കടുവയുടെ ഭീതി, ഇന്നലെ ഒരു പുലിയെ കൂട്ടിൽ അകപ്പെട്ട കാര്യം, ഇത് PV അൻവർ നിരന്തരം പറയുന്നതാണ്. പ്രതിപക്ഷം ഒരു മലയോര ജാഥ വരെ UDF നടത്തിയതാണ്. ഈ വിഷയങ്ങൾ UDF കൃത്യമായി ഉന്നയിക്കും. ഇതിന് LDF ആണെങ്കിൽ കേന്ദ്ര നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് ചില പരിമിതികളുണ്ട്. ഇത് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.